അർജുൻ ഒരു എക്സ്ട്രാ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനായി ഭയങ്കര നാണക്കേടാണ്. അവനക്ക് കല്യാണപ്രായമായെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കൂടി ഇപ്പൊ പെണ്ണ് കാണാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ അവന് ആ പെണ്ണിനോട് സംസാരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നന്നായി തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കൃത്യമായി പുറത്തേക്കൊന്നും കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും അർജുനോട് ആ ഒരു പെണ്ണിനെ നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ അവനും എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ പെണ്ണ് എന്ത് പറയുന്ന അറിയില്ലല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ അവര് സംസാരിച്ച് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ കാറ് ഭയങ്കരമായിട്ട് എന്തിലോ പോയി ഇടിക്കുന്നുണ്ട്. അർജുനും എന്തിന്റെ മേലാണ് ഇടിച്ചത് നോക്കാൻ വേണ്ടി പേടിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരു ലേഡിയുടെ മേത്താണ് ആ ഒരു കാർ ഇടിച്ചിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു ലേഡിക്ക് ജീവനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അർജുൻ ബോഡി തിരിച്ചിടുമ്പോൾ ആ ഒരു സ്ത്രീയുടെ മുഖം ഭയങ്കര ഭീകരതയോടു കൂടിയാണുള്ളത്. ആ ലേഡി ആ സ്പോട്ടിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അർജുൻ അവന്റെ ഫാമിലിയും ആ ഒരു ലേഡിയെ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. പോലീസിനെ ഇൻഫോം ചെയ്തതുകൊണ്ട് തന്നെ അവർ വന്ന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുന്റെ അച്ഛനാണ് ആ ഒരു സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിരുന്നത്. അർജുന്റെ അച്ഛൻ പറയാണ് ആ ഒരു ലേഡി വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് കാറിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടിയത്, അതുകൊണ്ട് അവൾ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണെന്ന്. ഇനി ഇത് സൂയിസൈഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി പോലീസുകാരും അർജുനും കൂടി അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കാമെന്ന് കരുതി സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ആക്സിഡന്റ് സംഭവിച്ച ആ ലേഡി ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. അർജുന് അവിടെ നിന്ന് ഒരു കമ്പ് കിട്ടുന്നുണ്ട്. അത് ആ ഒരു ലേഡിയുടെ കമ്പായിരുന്നു. ആ കമ്പെടുത്ത് നാട്ടുകാർക്ക് കാട്ടിക്കൊടുത്ത ഉടനെ ഇതാ നായ്കളെ പിടിച്ചുകൊണ്ടുപോകുന്ന സ്ത്രീയുടെ കമ്പാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. ആ ഒരു കാട്ടിനുള്ളിൽ ഒരു കുളത്തിന്റെ അടുത്ത് തനിച്ചൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലാണ് ആ ലേഡി താമസിച്ചുകൊണ്ടിരുന്നത്. അർജുനും പോലീസുകാരും ആ വീടിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ എന്തോ ഒന്ന് ചങ്ങല കെട്ടി ഇട്ട് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ടോർച്ച് അടിച്ച് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി പേടിച്ച് മറിഞ്ഞിരിക്കുന്നുണ്ട്. അവളുടെ കാലിലാണ് ഈ ചങ്ങല ഉള്ളത്. ആ പെൺകുട്ടിയോട് പോലീസുകാരെ ഞങ്ങൾ പോലീസാണെന്നും നീ പേടിക്കണ്ടെന്നും പറഞ്ഞ് ചങ്ങല അഴിക്കാനായിട്ട് നോക്കുമ്പോൾ ആ പെൺകുട്ടി പറയാണ് എന്റെ അമ്മ വന്നിട്ടാണ് ചങ്ങല അഴിച്ചു കളയാറെന്ന്. എന്നാൽ അവര് പറയുന്നുണ്ട് നിന്റെ അമ്മക്ക് ആക്സിഡന്റ് പറ്റി, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന്. ഇപ്പൊ ആ പെൺകുട്ടിയെ കൊണ്ട് അവര് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഒരു കൺസെന്റ് പേപ്പേഴ്സ് സൈൻ ചെയ്ത് വാങ്ങിയിട്ട് ആ ഒരു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകാണ്. അർജുനും ഈ നടന്ന സംഭവങ്ങൾക്കൊക്കെ ആ പെൺകുട്ടിയോട് സോറി ചോദിക്കുന്നുണ്ട്. അർജുന്റെ അമ്മ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. പാവ പെണ്ണിനെ ഒറ്റക്കാക്കി എങ്ങനെ പോകാനാ, അവൾ കാണാൻ ഒന്നും അറിയില്ല, അതുകൊണ്ട് ഫോർമാലിറ്റീസ് ഒക്കെ കഴിയുന്നവരെ ഞാൻ ആ പെണ്ണിന്റെ കൂടെ ഇരിക്കാമെന്ന് അർജുൻ പറയാണ്. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആള് ആ ലേഡിയുടെ കയ്യിൽ ഒരു സൈൻ കണ്ടിട്ട് ആകെ പേടിക്കുന്നുണ്ട്. പുറത്ത് വന്ന അവനും ഏതോ ഒരു പ്രൊഫസറെ വിളിച്ച് ഇങ്ങനെ ഒരു സൈൻ കണ്ടു എന്ന് പറയാണ്. ആക്ച്വലി ഇവരെല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ആൾക്കാരെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവരെ കൊന്നു കളയലാണ് ഈ പ്രൊഫസറുടെ ജോലി. അർജുൻ ആ പെൺകുട്ടിയോട് ഞാൻ വീട്ടിലാക്കി തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ കാട്ടിൽ കൊണ്ടുപോയി ആ പെണ്ണിനെ വിട്ടതിന് ശേഷം അവളുടെ കയ്യിൽ 2000 രൂപ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അവൻ പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിലും ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവനക്ക് അറിയുന്നില്ല, അവനക്ക് വഴി മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടി അർജുനെ വഴി കാട്ടി കൊടുത്ത് കാറിന്റെ അവിടെ ആക്കി കൊടുക്കുന്നുണ്ട്. അർജുന പെണ്ണ് കാണാൻ പോയ ആ വീട്ടിൽ നിന്ന് ആ പെണ്ണിനെ അർജുനെ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് കോൾ വരാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഈവനിങ് അവർ രണ്ടുപേരും ഒരു പാർക്കിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. റുക്സാന എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ആ കാട്ടിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രൊഫസറും അയാളുടെ ആളെ കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് വരുന്നുണ്ട്. അന്ന് രാത്രി അർജുൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് കേട്ട് അർജുൻ എണീറ്റ് എല്ലായിടത്തും നോക്കുമ്പോൾ ചെളി പോരേണ്ട കാലുകൊണ്ട് ആരും അകത്തേക്ക് കയറിയിട്ടുണ്ടെന്ന് അവനക്ക് മനസ്സിലാവാണ്. അങ്ങനെ കട്ടിലിന്റെ അടിയിൽ അവൻ കുനിഞ്ഞു നോക്കുന്ന സമയത്ത് റുക്സാന പേടിച്ചുകൊണ്ട് വിറച്ച് ആ കട്ടിലിനടിയിൽ കിടക്കുന്നതായിട്ട് അവൻ കാണാണ്. പിന്നീട് ഇത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് ഈ മൂവി ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.